ഈ 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രിയായി ആണ് മൻമോഹൻ സിംഗ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുമപ്പുറം, പ്രധാനമന്ത്രി എന്ന പദവിക്കുമപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. തീർച്ചയായും 1970 മുതൽ ഇന്ത്യയുടെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. അദ്ദേഹം കേംബ്രിഡ്ജിൽ നിന്ന് ഇക്കണോമിക്സിൽ PhD അടക്കമുള്ള ഡോക്ടറേറ്റ് അടക്കമുള്ള പദവികൾ നേടിയതിനു ശേഷം, അല്ലെങ്കിൽ അത്രത്തോളം പ്രാവീണ്യം നേടിയതിനു ശേഷം ഇന്ത്യയിലെത്തുകയും റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് അദ്ദേഹം വരികയും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നരസിംഹറാവു മന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരികയും 1991 മുതൽ 96 വരെയുള്ള 5 വർഷം യഥാർത്ഥത്തിൽ ഒരു നവ ഉദാരവൽക്കരണം എന്ന നിലയിൽ തന്നെ സാമ്പത്തികമായി വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും അതുവഴി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതുവരെ ഒരു വളരെ മൗനിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ തരത്തിൽ അക്കാഡമിക് നിലവാരത്തിൽ മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ശ്രദ്ധ മാത്രം ഉണ്ടായിരുന്ന ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനെന്ന ശൈലിയിലേക്കും കൂടി മാറുന്നൊരു സാഹചര്യം ആ സമയത്താണ് മൻമോഹൻ സിംഗിന് ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ 2004 അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. 2004 മുതൽ 2014 വരെ ഒന്നാം UPA സർക്കാരിന്റെയും രണ്ടാം UPA സർക്കാരിന്റെയും രണ്ട് കാലഘട്ടത്തിലെ 10 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. നമ്മളിപ്പോഴും കണക്കെടുക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും ഒപ്പം, അല്ലെങ്കിൽ അതിനുശേഷം 10 വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്നുള്ള ഒരു ഇന്ത്യയിലൊരു നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നേരത്തെ ശരത് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായത്, ഒരുപക്ഷെ നവോദാരവൽക്കരണം വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാലത്ത് തന്നെ വളരെ ക്രിയാത്മകമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തരത്തിലുള്ള നയങ്ങളും അതോടൊപ്പം തന്നെ നിയമങ്ങളും പാസ്സാക്കുന്ന കാര്യത്തിൽ ആ തരത്തിൽ കൂടിയാണ് പോയത്. 2005 ഗാർഹിക പീഡന നിരോധന നിയമം വരുന്നത്. അതോടൊപ്പം തന്നെയാണ് വിവരാവകാശ നിയമം വരുന്നത്, ഭക്ഷ്യസുരക്ഷാ നിയമം. നേരത്തെ KV തോമസിനോട് സംസാരിക്കുന്ന പോലെ തന്നെ 2002 UPA സർക്കാരിന്റെ അവസാന കാലത്ത് പാസ്സാക്കുന്ന ഒരു നിയമമായിരുന്നു ഭക്ഷ്യസുരക്ഷാ നിയമം. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കുന്നു. ആ തരത്തിൽ വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, അതോടൊപ്പം തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന വളരെ വിപുലമായി ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിക്ക് അടക്കം സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം എത്തുന്ന തരത്തിലുള്ള ചില നിയമങ്ങൾ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികൾ കൂടി ആസൂത്രണം ചെയ്ത് അത് വിഭാവനം ചെയ്ത് മുമ്പോട്ട് വെക്കുന്നതിന് കൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തുള്ള സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്തുണ്ടാവുകയും ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM സർക്കാർ, ഒന്നാം UPA സർക്കാരിന് പിന്തുണ പിൻവലിക്കുകയും ആ തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷവും രണ്ടാമതും അധികാരത്തിൽ വരാൻ UPA ഗവൺമെന്റിന് കഴിഞ്ഞു. ആ ഘട്ടത്തിലും അദ്ദേഹം തന്നെയായിരുന്നു പ്രധാനമന്ത്രി. പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ആ സമയത്ത് നടത്തിയ ഒരുപക്ഷെ സർക്കാർ എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള നീക്കം ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നടത്താൻ കഴിയാതെ പോയൊരു ആൾ കൂടി എന്ന നിലയ്ക്ക് അദ്ദേഹം വിമർശനം നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെയാണ് പിന്നീട് വളരെ വലിയ മോശം സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യം കൂടി കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ലിജോ, ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ എഴുത്തുകാരനായ ഈ ഖുശ്വന്ത് സിംഗ്, അദ്ദേഹം ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അബ്സല്യൂട്ട് ഖുശ്വന്ത് പറഞ്ഞ ഒരു കാര്യം, ദ ലോ ഡൗൺ ഓൺ ലൈഫ്, ഡെത്ത് ആൻഡ് മോസ്റ്റ് തിങ്സ് ഇൻ ബിറ്റ്വീൻ എന്നാണ്. അതായത് ഈ പലപ്പോഴും നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണവും സ്വാധീന ശക്തിയുമായിരുന്നു ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ അദ്ദേഹം തികഞ്ഞൊരു അമേരിക്കൻ വിരോധിയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ സ്നേഹിയുമായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗ് അങ്ങനെ ആയിരുന്നില്ല. തുറന്ന മനസ്സുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. സ്വജനപക്ഷപാതത്തിൻ്റെ കണിക പോലും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നാണ് ഒരിക്കൽ ഖുശ്വന്ത് സിംഗ് അഭിപ്രായപ്പെട്ടത്. തീർച്ചയായും സ്വാഭാവികമായിട്ട് പറയുന്നതിന് വസ്തുതകളുണ്ട്. അതിലൊന്ന്
ജവഹർലാൽ നെഹ്റു എന്നത് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എക്കാലത്തെ മികച്ച പ്രധാനമന്ത്രികൾ ഒരാൾ എന്ന് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നയിക്കുകയും കോൺഗ്രസിനെ രൂപപ്പെടുത്തുകയും ചെയ്ത പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. വളരെ കൃത്യമായി സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താധാരയിലൂടെയാണ് യഥാർത്ഥത്തിൽ നെഹ്റു കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ആ തരത്തിലായിരുന്നു അദ്ദേഹം അതിനെ കണ്ടത്. ഒരു സോഷ്യലിസം നടപ്പിലാക്കുന്ന കാര്യത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താധാര ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഒരു നവ ഉദാരവൽക്കരണം എന്ന നിലയിലേക്ക് കുറെ കൂടി വലതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതിയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളും നടപ്പിലാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ 1991 മുതൽ നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കിയ ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല അത്തരം നയങ്ങളോ അല്ലെങ്കിൽ അത്തരം നിയമങ്ങളോ നടപ്പിലാക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതി എന്ന നിലയ്ക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കുന്നത് എന്നതിനപ്പുറം രാജ്യത്തിന്റെ പുരോഗതി അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള വീഴ്ച കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്നാം UPA സർക്കാരിന്റെ കാലത്തും രണ്ടാം UPA സർക്കാരിന്റെ കാലത്തും ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് വളരെ കൃത്യമായി പണിയെടുക്കുകയും വളരെ കൃത്യമായ നയങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള നയങ്ങളും പദ്ധതികളും രൂപകൽപ്പന ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ അപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോഴും പ്രധാനമന്ത്രി എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനു മുൻപ് ധനമന്ത്രി എന്ന നിലക്ക് അതിനു മുൻപ് സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയ്ക്ക് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയ്ക്ക് ഇക്കണോമിക്സ് എന്ന നിലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അത്രത്തോളം അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു ആളെന്ന നിലക്കാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ 2009 ആഗോള തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യ അതിനെ മറികടന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണത്തിന്റെ വലിയ ഉദാഹരണമായി എടുത്തു കാണിക്കപ്പെടുന്ന ഒന്നാണ്. കാരണം ആ ഘട്ടത്തിലൊക്കെയും വളരെ ശക്തമായ ഒരു പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ വളരെ കൃത്യമായി സാമ്പത്തിക ഇടപെടൽ നടത്താൻ ഇന്ത്യയിലെ സർക്കാരിനായി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വലിയ ആഗോള ശക്തികൾ പോലും സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇന്ത്യ അത്തരത്തിൽ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോയി എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതുല്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷം കൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ട്. അത് 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അവരതിൽ നിന്ന് മുക്തരാകാതെ മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. 2024 പിന്നീട് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന് വരാൻ കഴിയുന്നത്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഒരു ഘട്ടത്തിൽ പോലും മൻമോഹൻ സിംഗിനെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ആ തരത്തിലൊരു അനിഷ്ടം ഉണ്ടായതായി പറയുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്രത്തോളം വിശ്വസ്തനായിട്ടുള്ള ഗാന്ധി കുടുംബത്തോട് അത്രത്തോളം വിശ്വസ്തത പുലർത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പഞ്ചാബിൽ നിന്ന് 1947 ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ നിന്ന് അവരുടെ കുടുംബം അടക്കം ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുകയും പിന്നീട് അവിടെ നിന്ന് വിദേശത്ത് പോയി പഠിച്ച് മികച്ച വിദ്യാഭ്യാസം ഉണ്ടാക്കി അത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ഉതകുന്ന തരത്തിൽ അത് സാമ്പത്തിക ശാസ്ത്രമാണ്, അത് ആ തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളെന്നുകൂടി അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കേണ്ടി വരും.